എനിക്കറിയാം ഇറ്റ്സ് ഹാർഡ്. ഞാൻ നല്ല രീതിയിൽ ബോഡി ഷെയ്മിങ് കടന്നു പോയ ഒരാളാണ്. സോ കുറച്ച് പേരെങ്കിലും ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. സിമിലർ കേസ് ഒരു 2 മാസം മുന്നേ നമ്മൾ കേരളത്തിൽ ഒരു കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ജ്യൂസ് ഡയറ്റാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. 3 മാസമായിട്ട് ജ്യൂസ് മാത്രം, ഒരു കട്ടിയാഹാരങ്ങളും കൺസ്യൂം ചെയ്തിട്ടില്ല. ഒരു ഇവൻറ്റിന് പോയ സമയത്ത് കട്ടിയുള്ള ആഹാരം കഴിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് സിംറ്റംസ്, ബ്രെത്ത്ലെസ്നെസ്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കാണിക്കപ്പെട്ടിരിക്കുന്നത്. സോ ഈ കുട്ടിയുടെ ഇപ്പോൾ ഞാനിതിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ. കുട്ടി കുറച്ചുകൂടി ഒബിയസ് ആയിട്ടുള്ളൊരു ബോഡി ടൈപ്പ് ആയിരുന്നു. 3 മാസം കൊണ്ട് നല്ല ലീനറായി. കോളേജ് ജോയിൻ ചെയ്യാൻ സമയത്താണ് ഇങ്ങനൊരു ഡയറ്റ് ഫോളോ ചെയ്തിരിക്കുന്നത്. ദയവേത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ടീനേജിലുള്ള ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നല്ല രീതിയിൽ ബോഡി ഷെയ്മിങ് കടന്നു പോയ ഒരാളാണ്. എൻ്റെ ഒരു ടീനേജിൽ ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം അത് ഹേർട്ട് ചെയ്യും, നമ്മളെ എത്രത്തോളം വീക്ക് ചെയ്യും, നമ്മളെ കോൺഫിഡൻസ് എത്രത്തോളം കുറക്കും എന്നുള്ളത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ലോസ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങൾ കുറക്കുന്നത്. എൻ്റെ അടുത്ത് കുറേ പിള്ളേർ വരാറുണ്ട്. ഒരു 15-16 വയസ്സുള്ള പിള്ളേർ ജസ്റ്റ് 56 വെയിറ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പം തന്നെ അവർക്ക് ലൈക്ക് പുറമേക്ക് കാണുമ്പോൾ വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു, ഐഡിയൽ ബോഡി ഷേപ്പിലേക്ക് ആവണം, 0 സൈസ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ പറയും, കാരണം നിങ്ങൾ ആ ഒരു ഏജിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ന്യൂട്രിയൻസും എല്ലാ ന്യൂട്രിയൻസും വേണ്ട സമയമാണ്. നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയമാണ്. പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്ന ടൈമാണ്. ആ സമയത്ത് നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കുറച്ച് ഏജ് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വീക്കാവും. അയൺ ലെവൽ ബോഡിയിൽ കുറയും, എല്ലാ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടായി തുടങ്ങും, ഹെയർ ലോസ് ഉണ്ടാവും, ബോൺ ഡെൻസിറ്റി കുറയും. പിന്നെ നിങ്ങൾക്ക് ഒരു എനർജി ഉണ്ടാവത്തില്ല. പുറമേ കാണിക്കാൻ വേണ്ടി മാത്രം 0 സൈസ്. എന്തിനാ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? സോ ഒരിക്കലും അത് ഫോളോ ചെയ്യാതിരിക്കുക. പാരൻസ് സ്ട്രിക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ മക്കൾ ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ, റെസ്ട്രിക്റ്റീവ് ആയിട്ടാണോ കഴിക്കുന്നത്, എല്ലാ ന്യൂട്രിയൻസും പ്ലേറ്റിലുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബി കെയർഫുൾ. ബോഡി ഷെയ്മിങ് ഇസ് ദ വേഴ്സ്റ്റ് തിങ് ഒരാളടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അത് ചെയ്യാതിരിക്കുക. ഇനി അത് ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ തട്ടിയ സാധനം നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ബൈ. ടേക്ക് കെയർ.